ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ മെയിൻറ്റെയിൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗെയിം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗെയിമിലെ ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ഗെയിം ഒന്ന് ഓപ്പൺ ആക്കാം. ഗൈസ്, അപ്പൊ നമ്മുടെ ഗെയിമിൽ പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു. ലൈക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് എല്ലാം പറയാം, വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ജസ്റ്റ് ഒരു ഡേറ്റ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ആവട്ടെ. പിന്നെ ചിലപ്പോഴെങ്കിൽ ആ ഒരു 900 മില്യൺ ഡൗൺലോഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചാൻസ് ഉണ്ട് ഗേസ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ നമ്മുടെ ഗെയിമിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്ന്. ഓക്കെ 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 ഗൈസ്, അപ്പൊ ഇന്നൊരു ഷോർട്ട് ടൈം പാക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ കീലിയൻ എംബാപ്പെ, സെയിന്, പിന്നെ വേറൊരു ഇറ്റലിയുടെ പ്ലെയർ. ഓക്കെ ഗൈസ്, എംബാപ്പയ്ക്ക് ഇത്തവണത്തെ ബ്ലിറ്റ്സ് കേറിലെ സ്കില്ല് കൊടുത്തിട്ടാണോ വന്നത്. പിന്നെ നമ്മുടെ സെയിന് മൂവ്മെന്റും ഡ്രിബിളിങ് സ്കില്ല്, പിന്നെ മറ്റേ ചെങ്ങായിക്ക് ഫിനോമെന്റൽ പാസ് ആണ് വന്നിരിക്കുന്നത്. ഗൈസ്, ഇംബാപ്പയ്ക്കൊക്കെ എന്തിനാ ഗൈസ് ബ്ലിസ്കേർ? ഇംബാപ്പ സ്ട്രൈക്കർ അല്ലേ, സ്ട്രൈക്കറിന് ബ്ലിസ്കേർ വരാറില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇംബാപ്പയ്ക്ക് പകരം നമ്മുടെ ലെമീനിനെ കൊണ്ടുവരാറുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. കാരണം ലെമീന്റെയും മിനിങ്ങാന്നൊരു കിഡിലെ ഗോൾ അടിച്ചിട്ടുണ്ടായി. സോ അതും ഒരു ബ്ലിസ്കേർ പോലത്തെ ഒരു ഗോളാണ്. അപ്പൊ ലെമീനെ കൊണ്ടുവന്നാലും കുറച്ചും കൂടെ നൈസ് ആയിരുന്നേനെ ഗെയിം. ഓ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ അപ്പൊ നമുക്ക് സെലക്ഷൻ കോൺട്രാക്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എതിരെ പിക്ക് എന്തോ സാധനം ഫ്രീ കിട്ടും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നോക്കാം ഗെയിമിൽ എന്തൊക്കെയാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് എന്ന്. ഓക്കെ, സോ നമുക്ക് ആദ്യം നമ്മുടെ ബാക്കിലേക്ക്. ഓക്കെ, നമുക്ക് ഒബ്ജക്റ്റീവിൽ എന്തോ വന്നിട്ടുണ്ട് കേട്ടോ, നോക്കാം. ഇന്റർനാഷണൽ കപ്പ് ക്വാളിഫയേഴ്സ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലെയറിന് സൈൻ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇതൊരു സെലക്ഷൻ കോൺട്രാക്ട് ആണ് നാഷണൽ ടീമിന്റെ. ഓക്കെ ഗൈസ്, നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് പ്ലേസിന് സൈൻ ചെയ്യാൻ പറ്റും. 3 കോൺട്രാക്ട് ഉണ്ടെന്ന് തോന്നുന്നു, 4 3 ഒക്കെ. അപ്പൊ ചിലപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് എല്ലാ പ്ലേസിനും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, നോക്കാം എന്തായാലും. വേറെ എന്താണ് ഗെയിമിൽ വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട്? ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു പാക്ക്, പിന്നെ പ്ലെയർ ഓഫ് ദ വീക്ക് ഒക്കെ വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ പണ്ടുള്ള സംഭവം തന്നെയാണ്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് വേറെ ഒന്നും വന്നിട്ടില്ല. എന്തായാലും നോക്കാം എന്തൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പാക്ക് ഒന്ന് നോക്കാം, പാക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം എന്തൊക്കെയാണ്. ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് പുതുതായിട്ട് വന്ന നമ്മുടെ ഷോർട്ട് ടൈം പാക്കും കാര്യങ്ങളും. ഇതിൽ നമ്മുടെ കിലിയൻ എംബാപ്പെ വിത്ത് ബ്ലിറ്റ്സ് കേർലർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, എംബാപ്പയ്ക്ക് എന്തിനാ ബ്ലിറ്റ്സ് കേർലർ? നിങ്ങൾക്ക് ഈ ഒരു സ്കില്ല് കൊടുത്താൽ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. സോ എന്റെ റെക്കമെൻഡേഷൻ ആണ്, ഈ ബ്ലിറ്റ്സ് എംബാപ്പെ കൊടുക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ഈ ഒരു ബ്ലിറ്റ്സ് പകരം നമ്മുടെ പുതിയ സ്കില്ലില്ലേ, ആക്സിലറേഷൻ ബസ്റ്റ്, സോ അതൊക്കെ ആഡ് ചെയ്താണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നേനെ എംബാപ്പയ്ക്ക്. ആക്സിലറേഷൻ ബസ്റ്റ് എംബാപ്പയ്ക്ക് ഒരു യൂസ്ഫുൾ ആയ ഒരു സ്കില്ലായിരുന്നു. സോ അത് ആഡ് ചെയ്യാതെ ഒരു ബ്ലിസ്കറിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്ത് പറ്റിയെന്തോ. പിന്നെ സെയിന് മൂവ്മെന്റ് ഡ്രിബ്ലിംഗ്, ഇത് പിന്നെയും കുഴപ്പമില്ല. എന്നാലും ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ്, അപ്പൊ ഒരു എഡ്ജർ ക്രോസിംഗ് കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ ഈ ഒരു പുള്ളി ബരേല എന്നൊരു പ്ലെയർ ആണ്. ഓക്കെ, ആൾക്ക് ഫിനോമെന്റൽ പാസോ അല്ല വിഷനറി ഫിനോമെന്റൽ പാസ് ആണ് സ്കില്ല് വരുന്നത്. സോ ഗൈസ്, അപ്പൊ കൊനാമി ഇങ്ങനെയാണ്, ആവശ്യമുള്ള പ്ലെയറിന് ആവശ്യം സ്കില്ല് കൊടുക്കത്തില്ല. ഈ ഒരു ഇംബാപ്പയ്ക്ക് പകരം ലെമീനെ കൊണ്ടിട്ട് ബ്ലിസ്കറിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഇംബാപ്പയ്ക്ക് പറ്റിയ സ്കില്ല് ആക്സിലറേഷൻ ഫസ്റ്റ് ആണ്, പക്ഷെ അതിതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ തവണത്തെ നമ്മുടെ പ്ലെയർ ഓഫ് ദ വീക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ വിക്ടർ വന്നിട്ടുണ്ടല്ലോ, വിക്ടർ യോക്കർസ് വന്നിട്ടുണ്ട്. കുഴപ്പമാണ്. ഓക്കെ ഓക്കെ, പിന്നെ നമ്മുടെ ലൂയിസ് ഡയസ് വന്നിട്ടുണ്ട്. പ്രൊഫൈൽ വിങ്ങർ ആയിരിക്കും. ഓക്കെ, വിങ്ങർ കാർഡ് തന്നെയാണ്. പിന്നെ കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ലുക്കാക്കൂന്റെ കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. ലുക്കാക്കൂന്റെ ഒരു CF കാർഡ് വന്നിട്ടുണ്ട്, ഡീപ് പ്ലേയിങ് ആണ്. നമ്മുടെ കുക്കുറയുടെ ലെഫ്റ്റ് ബാക്ക് കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ സാധാ പ്ലേയേഴ്സ് തന്നെയാണ്. ഓക്കെ, ഇതാണ് ആ ഒരു ഇത് അറിയാനുള്ളത്. ഇത് നമ്മുടെ യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു ഉണ്ട്. ഓക്കെ, നമ്മുടെ റോഡ്രിഗോന്റെ ഒരു ഹോൾ പ്ലെയർ ആണ് ഇതാണ് വന്നിരിക്കുന്നത്. ഹോൾ പ്ലെയർ റോഡ്രിഗോ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, കുഴപ്പമില്ലാത്തൊരു ബാക്കാണ്. റൈസ് ഒക്കെ വന്നിട്ടുണ്ട്, ബോക്സ് ടു ബോക്സ് ആണ്. പിന്നെ ആരാ കുഴപ്പമില്ലാത്തൊരു ബാക്ക്. ഓക്കെ, നമ്മുടെ ഈ ഗോളി വന്നിട്ടുണ്ട് കേട്ടോ. സോ ബൂസ്റ്റർ ആണ്, ഇത് നൈസ് ആയിരിക്കും ഈ കാർഡ്. ഓക്കെ, അതാണ് ആ ഒരു ഇത് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ ബാക്കിയുള്ള എല്ലാം നേരത്തെ ഉള്ള സംഭവം തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ അതങ്ങനെ പോട്ടെ.
പാക്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ പുതിയതായിട്ട്? ഇല്ല, ഒന്നും വന്നിട്ടില്ല, സെയിം തന്നെയാണ്. വേറെ ലേറ്റസ്റ്റ് ആയിട്ടൊന്നും ഇല്ല ഗൈസ്, ഗെയിമിൽ വന്നിട്ടില്ല. പിന്നെ ഇതിൽ നോക്കുമ്പോ ഇതൊക്കെ തന്നെ. ഓക്കെ, എന്തായാലും റിസീവ് അടിക്കാം. എന്താണ് സെലക്ഷൻ കോൺട്രാക്ട് നോക്കാം. ഓ ഗൈസ്, മനസ്സിലായി ഗൈസ്. സംഭവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹൈലൈറ്റ് കാർഡ് നമുക്കിങ്ങനെ സൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളുടെ 5 ഹൈലൈറ്റ് കാർഡ് സൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെലക്ഷൻ കോൺട്രാക്ട് ഒരെണ്ണം കിട്ടും. അങ്ങനെയാണ് തോന്നുന്നു ഈ ഒരു സംഭവം. അപ്പൊ മിക്കവാറും ഇതിൽ നിന്ന് ഒരു പ്ലെയറിനെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഇതിൽ പ്ലേയേഴ്സിന് അത്യാവശ്യം സ്കില്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ പ്ലേയേഴ്സിനും സ്കില്ലുണ്ട്. നമ്മുടെ ഈ ഒരു പ്ലെയർ നമ്മുടെ കൊലോമുവാനി വന്നിട്ടുണ്ട്, ഫിനോമിനൽ ഫിനിഷിംഗ് ആണ്. പിന്നെ ഒരു ഇറ്റലിയുടെ ഒരു പ്ലെയർ ബസ്റ്റോണി വന്നിട്ടുണ്ട്, പുള്ളിക്ക് ഫോട്ടോ സ്കില്ലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്നാബറിക്ക് എഡ്ജഡ് ക്രോസിങ്. പിന്നെ വേറെ ഒരു പ്ലെയറാ, പേരെനിക്ക് അറിയില്ല. ഈ ഒരു പ്ലെയറിന് വിഷനറി പാസ്. പിന്നെ വേറെ ഒരു കൊറിയൻ പ്ലെയർ ഉണ്ട്. സോ പുള്ളിക്ക് നമ്മളെ ഫിനോമിനൽ പാസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ റിവ്യൂ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ നോക്കി നമ്മൾ എടുത്താൽ മതി, ഏത് പ്ലെയർ ആണ് നല്ലതെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനുശേഷം എടുത്താൽ മതി. പിന്നെ നല്ലത് ഈ ഒരു 3 പ്ലെയർ ആയിരിക്കും, കൊളോമുവാനിയും ബസ്റ്റോണി, ഗ്നാബറി. സോ ഈ 3 പ്ലെയറിൽ ഒരെണ്ണം കുറച്ചുകൂടെ വർത്ത്. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു കാര്യം. പിന്നെ ഇതിൽ നമുക്കൊരു സെലക്ഷൻ കോൺട്രാക്ഷൻ കിട്ടും. ഇതിന് പ്ലെയർ എടുക്കാൻ പറ്റും. സോ ഇത് നമ്മള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലെയറിനെ എടുത്തോളൂ, നിങ്ങൾ ഇല്ലാത്തൊരു പ്ലെയറിനെ എടുക്കുക. ഓക്കെ, ഇത് അത്യാവശ്യം ന്യൂ പ്ലേയേഴ്സ് തന്നെയാണ്. പിന്നെ ഉപമെക്കാനൊക്കെ നിങ്ങളിൽ ഉണ്ടാവും എന്തായാലും. പിന്നെ നമ്മുടെ ബർക്കോളയുടെ കാർഡൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാർഡ് എടുത്തോ, വിങ്ങർ കാർഡാണ്. പിന്നെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, ഫ്രാൻസിന്റെ ജർമ്മനിയുടെ പ്ലേയേഴ്സ് ആണ് വന്നത്. പിന്നെ ഇറ്റലിയുടെ പ്ലേയേഴ്സും ഉണ്ട് കേട്ടോ. സോ അങ്ങനെയാണ് ആ ഒരു കാര്യം. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ ജസ്റ്റ് കണ്ടോ ഈ ഒരു ഒബ്ജക്റ്റീവ് നാളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അത് കുറെ ഒബ്ജക്റ്റീവ് ഉണ്ട്. അപ്പൊ ഈ ഒരു സംഭവമാണ് നമുക്ക് ആ ഒരു എപ്പിക്ക് കിട്ടണം, മനസ്സിലായോ? ഒരു എപ്പിക്ക് നിങ്ങൾക്ക് എന്തായാലും ഷുവർ ആയിട്ട് എപ്പിക്ക് പോയിട്ട് ഷോർട്ട് ടൈം ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ കാണിച്ച ഹൈലൈറ്റ് പാക്ക് ഇല്ലേ, സോ അതിന്റെ സെലക്ഷൻ ആണ്. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു 10 ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടും. ഈ ഒരു ഷോർട്ട് ടൈമിന്റെ ഒരു സെഷൻ കോൺട്രാക്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് എന്താ നമ്മുടെ ഈ ഒരു പ്ലെയറിൽ എവിടെയാ ഓക്കെ, അപ്പൊ ഈ ഒരു പ്ലെയറിൽ നിങ്ങൾക്ക് ഒരു പ്ലെയറിനെ എടുക്കാൻ പറ്റും. ഈ പ്ലെയറിൽ ഒരാൾ കൺഫേം ആണ്, ആരെ വേണമെങ്കിലും എടുക്കാൻ പറ്റും. സോ നമ്മൾ റിവ്യൂ ആളൊക്കെ നമുക്ക് നോക്കാം, ഇംപ്രഷൻ ഒക്കെ പറയാം എങ്ങനെയുണ്ടെന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി ഗൈസ്. അപ്പൊ ഇതൊക്കെയാണ് പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടാണ് ഗെയിമിൽ ആഡ് ചെയ്ത സംഭവമൊക്കെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ക്യാമ്പയിൻ വന്നിട്ടില്ല കേട്ടോ ഇതുവരെ. 900 മില്യൺ ക്യാമ്പയിൻ വന്നിട്ടില്ല. മേ ബി നെക്സ്റ്റ് വരുമായിരിക്കും, നെക്സ്റ്റ് വീക്കിലും വരുമായിരിക്കും. ഇത്രയൊക്കെയാണ് പുതിയ കാര്യങ്ങളൊക്കെ ഉള്ളത് ഗൈസ്. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.